ആദ്യം കാസർഗോഡ് നിന്നുള്ള ഒരു കേരള സ്റ്റോറിയിലേക്കാണ്. ഉറ്റവർ ഏറ്റുവാങ്ങാതിരുന്ന സഹജീവിയുടെ മൃതദേഹം ജാതിയോ മതമോ നോൽക്കാതെ കൂടപ്പിറപ്പിനെ പോലെ ഏറ്റുവാങ്ങി ചിതയൊരുക്കി സംസ്കരിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇർഫാന ഇക്ബാലിനെ കാണുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വ്യാഴാഴ്ച മരിച്ച നാരായണന്റെ മൃതദേഹമാണ് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായ ഇർഫാന ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. വടക്കേ ഇന്ത്യൻ വർഗീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിന്റെ മതേതര മുഖം മോശമാക്കാൻ രാജ്യമാകെ വിതരണം ചെയ്യുന്ന കേരള സ്റ്റോറി അല്ല ഇത്. ദ റിയൽ കേരള സ്റ്റോറി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ഇർഫാന ഇക്ബാൽ ചിതയൊരുക്കുന്നത് ചിഗ്രുപദവ് സ്വദേശിയായ നാരായണനു വേണ്ടിയാണ്. മുൻ RSS പ്രവർത്തകൻ കൂടിയായിരുന്നു മഞ്ചേശ്വരം താലൂക്കിലെ മീഞ്ച പഞ്ചായത്തിലെ ചിഗ്രുപദവ് സ്വദേശിയായ നാരായണൻ. അർബുദ രോഗിയായിരുന്നു. നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി അവശനായി കിടക്കുകയായിരുന്നു. ഒരു മാസം മുൻപത്തെ കാര്യമാണ്. നാരായണന്റെ ദയനീയ അവസ്ഥ വാർഡ് മെമ്പർ ഷരീഫ് ചിനാല ജില്ലാ പഞ്ചായത്ത് മെമ്പറും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിച്ചു. ഉടനെ സ്ഥലത്തെത്തിയ അവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ധരിപ്പിച്ചു. ശേഷം ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ നാരായണനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷയും നല്ല വസ്ത്രങ്ങളും നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു മാസം അവിടെ ചികിത്സയിൽ തുടർന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്യാഴാഴ്ച നാരായണൻ മരിച്ചു. മരണവിവരം മഞ്ചേശ്വരം പോലീസ് ബന്ധുക്കളെ അറിയിച്ചു. പക്ഷേ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഉറ്റവരാരും എത്തിയില്ല. ഇർഫാന ഇക്ബാൽ സ്വന്തം കടമ തീർന്നതായി കരുതിയില്ല. മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ തീരുമാനിച്ചു. ചിത്രപ്പാതയിൽ നിന്ന് നമുക്കൊരു ഫോൺ കോൾ വന്നു. അവിടുത്തെ ഷെരീഫ് മെമ്പറിൻ്റെ. എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സായിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറെ വിളിച്ചു സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയറ്റിനെ അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. കുടുംബത്തിന്റെ സമ്മതപത്രം വാങ്ങി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. മൃതദേഹം ഉപ്പളയിലെത്തിച്ചു. ചെറുകോളി പൊതുശ്മശാനത്തിൽ നാരായണന് ചിതയൊരുങ്ങി. ഹൈന്ദവ ആചാരപ്രകാരം സംസ്കരിച്ചു. മകളുടെ സ്ഥാനത്ത് നിന്ന് ഇർഫാന എല്ലാത്തിനും നേതൃത്വം നൽകി. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും നിയുക്തരാക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം എന്ന് വിശ്വസിക്കുന്ന ചിലർ മനുഷ്യരുണ്ടാക്കിയ മതത്തിന്റെ ഇടവരമ്പുകൾ കൊത്തിക്കളയുന്നു. സ്നേഹം പരന്നൊഴുകി ഒരേ പരപ്പാകുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.